Hello friends, welcome back to my channel mytricksandtips. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ സ്വിറൽ കേക്ക് അല്ലെങ്കിൽ ബണ്ടഡ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ തോന്നൽ കേക്ക് എന്നാണ് ഇതിന് കൂടുതൽ ആൾക്കാരും പറയുക. അപ്പോൾ ഈ ഒരു തോന്നൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കേക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. അതിനുശേഷം നന്നായിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ശേഷം 1 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ 250 മില്ലി പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ശേഷം 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് 4.5 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇത് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുട്ടയിലേക്ക് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ വിനെഗറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇതുപോലെ ചെറുതായിട്ട് പത ഇങ്ങനെ വരും. ആഡ് ചെയ്തതിന് ശേഷം കുറേ ഒന്നും വെക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ട്രേയുടെ ഉൾഭാഗത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിലുള്ള ബബിളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പാത്രം ചൂടാവാൻ വെച്ചതിന് ശേഷം ഈ ഒരു ട്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടയ്ക്കുക. എന്നിട്ടൊരു 30 മിനിറ്റോളം ഇത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റിലേക്ക് പാൽ ആഡ് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മേലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മേലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് വലിയണം കേക്കിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്. ഇത് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ലെയറിലായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓരോ ലെയറിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ജെറിയും സ്ട്രോബെറിയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തോന്നൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു തോന്നൽ കേക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.